സിനിമ കണ്ടിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. സിനിമയുടെ പാതിയപ്പോൾ നോക്കിയപ്പോൾ കിടന്ന് ഉറങ്ങി. സത്യം ഫ്യൂരി റോഡ് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. ബാഡ് മാക്സ് ഫ്യൂരി റോഡ് അടിപൊളി ആക്ഷൻ പടമൊക്കെയാണ്. നമുക്ക് ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുമ്പോൾ ഇത് കാണുന്നതാണ്. പക്ഷേ ഇതൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ 6 മണിക്ക് ഷോയ്ക്ക് നമ്മൾ വന്നത് ഇവിടെ. എന്നിട്ട് പക്ഷേ ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതൊന്നും അത്ര പോരായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, കണ്ടിട്ട്. ആക്ഷൻ സെഗ്മെന്റ്സ് ഉണ്ട്, പക്ഷേ ആക്ഷൻ സെഗ്മെന്റ്സ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര എലിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നു, നമുക്ക് അത്ര ഫീൽ ആയില്ല. നമ്മൾ ഇത്രയും കേട്ട് പരിചയമുള്ള ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വെച്ച് നോക്കുമ്പോൾ വലുതായിട്ടൊന്നും ഇല്ല. ഫസ്റ്റ് ഭാഗം ടോം ഹാർഡി ഒക്കെ സൂപ്പറിലായിരുന്നു, ചാർലീസ് അവരൊക്കെ സൂപ്പറായിരുന്നു. വലുതായിട്ടൊന്നും നമ്മൾ ബോറടിക്കും. അവർ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മടുക്കും കുറേയൊക്കെ ആകുമ്പോൾ. പറഞ്ഞ സിനിമ ഞാൻ മാഡ് മാക്സ് ഫ്യൂരി റോഡ് അത് കണ്ടിട്ട് ഇത് കാണാൻ വരുന്നത്. പക്ഷെ അതിനത്ര വരില്ല, ബോറ. ചില ഷോട്ടൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഷോട്ടാണ്, പക്ഷെ സ്റ്റോറി ആയിട്ട് വരുമ്പോൾ അത്ര കമ്പയലിംഗ് അല്ല. അങ്ങനെ നല്ല ബോറടിക്കും, നല്ല ഉറങ്ങാനുള്ള സമയമായിരിക്കും. ഡൈ ഹാർഡ് ഫാൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ട്രൈ ചെയ്യും. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. എക്സ്പീരിയൻസ് അതിനത്ര ഒരു വൺ ടൈം വാച്ചിന് വേണ്ടിയാണ്. പക്ഷെ TV കണ്ടാലും സിനിമ തിയേറ്റർ കണ്ടാലും ഒരേപോലെ തന്നെ ഇരിക്കും. എനിക്കത്ര വരാം. ശരി, നല്ല സിനിമയാണ്. ഓവറോൾ നല്ല ഗ്രാഫിക്സുള്ള, പിന്നെ VFX എല്ലാം കൊള്ളാം. പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി ആക്ഷനൊക്കെ. നെഗറ്റീവ് ചിലപ്പം കാസ്റ്റിങ്ങിന്റെ ആയിരിക്കും, നടിയുടെ ഒരു ഇതായിരിക്കും. പിന്നെ ക്രിസ് സംഭവത്ത് നൈസായിട്ടുണ്ട്, പുള്ളിയുടെ ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീനിലുള്ളത് മറ്റേ ഇതിന് മുന്നേ ഉള്ള സിനിമയുടെയാണ്. ഇതൊരു പ്രീക്വൽ ആയതുകൊണ്ട് വേറെ അങ്ങനെയായിട്ട് പ്രതിയായിട്ടൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. മേ ബി തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കളർ കോമ്പിനേഷനൊക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ CGI ഓവറായിട്ടൊന്നുമില്ല. പിന്നെ ഒരു സ്കൈഫൈ മൂവി ആകുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ. അല്ലാണ്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ പേഴ്സണലാണെങ്കിലും അത്ര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ഓവറായിട്ട് കാണിച്ചാലേ ആ സിനിമയുടെ ഒരു ഇത് വരുള്ളൂ.